السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم بل هو شر لهم سيطوقون ما بخلوا به يوم القيامة. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിന്റെ പവിത്രമായിട്ടുള്ള ദിനങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ദിനരാത്രങ്ങളിൽ ശ്രേഷ്ഠകരമായിട്ടുള്ള ദിനരാത്രങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ഈ പരിശുദ്ധ റമദാനിനെ വരവേൽക്കുവാനും റമദാനിൽ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുവാനും നമുക്ക് സാധിച്ചിരിക്കുന്നു എന്നതിന് അല്ലാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് നന്ദിയോടെ ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. കഴിഞ്ഞ റമദാനിൽ ഇതുപോലെ നമ്മോടൊപ്പം ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും ഇഅ്തികാഫിരിക്കുകയും തറാവീഹ് നമസ്കാരത്തിന് നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്തിരുന്ന നമ്മളിലെ പല സുഹൃത്തുക്കളും ഇന്ന് അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിളിക്ക് ഉത്തരം നൽകി ബർസഖി ലോകത്തേക്ക് കടന്നു ചെന്നിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരും ആ വിളിക്ക് ഉത്തരം നൽകി പോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ റമദാനിനെ വരവേൽക്കുവാൻ സാധിച്ചു എന്നുള്ളത്. അതുകൊണ്ട് എല്ലാം ശുദ്ധമാക്കി ജീവിതത്തെ അർത്ഥപൂർണമായി അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് കീഴടക്കിക്കൊണ്ട് ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുകയും ബാക്കിയുള്ള ബാധ്യതകളെല്ലാം തീർത്ത് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഏത് സന്ദർഭം മരിച്ചാലും ഒന്നും ബാക്കിയാക്കാതെ റബ്ബിലേക്ക് കടന്നു ചെല്ലാൻ തയ്യാറെടുക്കുകയുമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. സമ്പാദ്യം ഹലാലും ഹറാമും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരല്പസമയം നിങ്ങളുമായി സംവദിക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റിഫാഅ ഇബ്നു സൈദ് എന്ന് പറയുന്ന മനുഷ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിദ്അം എന്ന ഒരു അടിമയെ സമ്മാനിച്ചിരുന്നു. ആ അടിമയുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിലേക്ക് പോവുകയും തിരിച്ചു വരുന്ന സന്ദർഭം വാദിൽ ഖുറാനിൽ വെച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരല്പസമയം വിശ്രമിക്കുവാൻ വേണ്ടി തൻ്റെ ഒട്ടകത്തെ നിർത്തിക്കുകയും ആ ഒട്ടകത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയും ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകക്കട്ടിൽ താഴേക്ക് ഇറക്കി വെക്കാൻ മിദ്ആം എന്ന ആ ചെറുപ്പക്കാരനായ മനുഷ്യൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകക്കട്ടിൽ പിടിക്കാൻ കൈ ഉയർത്തിയപ്പോഴേക്കും ദൂരദിക്കിൽ നിന്നൊരു അമ്പ് അദ്ദേഹത്തിന്റെ നേർക്ക് കടന്നു വരികയും ഇദാ സഹ്മുൻ ആയിറുൻ ഫഖതലഹു ഫഖാല അന്നാസ്
ഹനീഅൻ ലഹുൽ ജന്ന ഹനീഅൻ ലഹുൽ ജന്ന. ആ മനുഷ്യന്റെ നേർക്ക് മിദ്ആമിന്റെ നേർക്ക് അമ്പ് തറക്കുകയും മിദ്ആം മലർന്നടിച്ച് മണലിൽ കിടക്കുകയും മരണം വരിക്കുകയും ചെയ്ത് മിദ്ആമിന്റെ ജനാസയെ നോക്കിക്കൊണ്ട് അവിടെയുണ്ടായിരുന്ന സ്വഹാബികൾ പറഞ്ഞു, ഹനീഅൻ ലഹുൽ ജന്ന, മിദ്ആമേ നിനക്ക് സ്വർഗ്ഗമുണ്ടല്ലോ, സ്വർഗ്ഗമുണ്ടല്ലോ, സ്വർഗ്ഗം കൊണ്ട് മംഗളം എന്ന് സ്വഹാബത്ത് മിദ്ആമിനെ നോക്കി പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിദ്ആമിന്റെ മയ്യത്തിന്റെ ചാരത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, കല്ലാ വല്ലദീ നഫ്സി ബിയദിഹി, അങ്ങനെ നിങ്ങൾ പറയരുത്, ഈ മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഇന്ന ശംലതല്ലതി അഖദഹാ യൗമ ഖൈബറ മിനൽ മആലിമി ലം തുസിബ്ഹൽ മഖാസിം ലതസ്തഇലു അലൈഹി നാറ. സഹാബ, നിങ്ങൾ അറിയണം, ഈ മിദ്ആമിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ രണാങ്കളത്തിൽ അടരാടിയ മിദ്ആം ഖൈബറിലെ ഗനീമത്ത് സ്വത്തുക്കളിൽ നിന്ന് അനർഹമായി കൈവശം വെച്ച കരിമ്പടവുമായി കൊണ്ട് അല്ലാഹുവിന്റെ നരകത്തിൽ കത്തിയാവുന്നത് ഞാൻ കാണുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഫലമ്മ സമിഅ ദാലിക അന്നാസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സംഗതി പറയുമ്പോൾ അവിടുന്ന് ജനങ്ങൾ ഒന്നാകെ സ്തംഭനായി നിൽക്കുമ്പോൾ ജാഅ റജുലുൻ ബിശറാഖിൻ, അവിടുന്ന് ഒരു ചെറുപ്പിന്റെ വാറുമായി അല്ലെങ്കിൽ രണ്ട് വാറുകളുമായി ഒരു മനുഷ്യൻ ഹബീബിന്റെ ചാരത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് റസൂലുള്ളാഹിയോട് അവിടുന്ന് പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, ആ മനുഷ്യൻ ഹബീബിന്റെ നേർക്ക് ചെരുപ്പിന്റെ വാറുകളും നീട്ടിക്കൊടുത്തിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, ശിറാഖും മിന്നാർ, റസൂലേ, നരകത്തിൽ നിന്നുള്ള ചെരുപ്പിന്റെ വാറുകളാണല്ലോ, നരകത്തിൽ നിന്നുള്ള പാദരക്ഷയുടെ ഭാഗങ്ങളാണല്ലോ ഇതെന്ന് ഹബീബിനോട് ആ മനുഷ്യൻ പറഞ്ഞു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. എന്തേ കാരണം? പ്രിയമുള്ളവരെ, നമ്മുടെ സമ്പത്തിൽ നമ്മളല്ലാത്ത മറ്റൊരു ഭാഗം, നമുക്ക് അർഹതപ്പെട്ടതല്ലാത്ത മറ്റൊരു ഭാഗം നമ്മളിലേക്ക് ചേർന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ചേർന്നിരിക്കുന്നത് നരകത്തോടാണെന്ന് താക്കീത് ചെയ്യപ്പെട്ട വിഭാഗമാണ് നമ്മളെന്ന് തിരിച്ചറിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ ഇത്തതഹ ഹഖ്ഖൻ മ്രിഇൻ മുസ്ലിമിൻ ബിയമീനി ഫഖദ് ഔജബല്ലാഹു ലഹു നാറ വഹറമ അലൈഹിൽ ജന്ന. ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു മുസ്ലിം സഹോദരന്റെ സ്വത്ത് കൈവശം വെച്ചു കഴിഞ്ഞാൽ, അനർഹമായി അവന് ലഭിക്കേണ്ടതല്ലാത്തത് കരസ്ഥമാക്കി കഴിഞ്ഞാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു അവന്റെ മേലിൽ ഔജബല്ലാഹു ലഹു നാറ, നരകം നിർബന്ധമാക്കി, വഹറമ അലൈഹിൽ ജന്ന, സ്വർഗ്ഗം അവന്റെ മേലിൽ അല്ലാഹു നിഷിദ്ധമാക്കി. ഇത് കേൾക്കുമ്പോഴാ സദസ്സിൽ നിന്നൊരു മനുഷ്യൻ എഴുന്നേറ്റ് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, വഇൻ കാന ശൈഅൻ യസീറൻ, വളരെ നിസ്സാരമായിട്ടുള്ള സംഗതിയാണെങ്കിലും അങ്ങനെ നരകം നിർബന്ധമാക്കപ്പെടുകയും സ്വർഗ്ഗം നിഷിദ്ധമാക്കപ്പെടുകയും ചെയ്യുമെന്നാണോ താങ്കൾ പറയുന്നത് നബിയെ എന്ന് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്. നബി തങ്ങൾ അതിന് പറയുന്ന മറുപടി, വഇൻ കാന ഖളീബൻ മിൻ അറാഖ്, അറാഖിന്റെ ഒരു കഷ്ണമാണ്, അറാഖിൻ പുള്ളിയുടെ ഒരു കഷ്ണമാണ് അന്യന്റേത് അനർഹമായി നീ കൈവശം വെച്ചത് എങ്കിൽ തിരിച്ചറിയുക, അല്ലാഹു സ്വർഗ്ഗത്തെ നിഷിദ്ധമാക്കി നരകത്തെ നിന്റെ മേൽ നിർബന്ധമാക്കി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരിശുദ്ധ റമളാൻ അവസാനിക്കുന്നതിന് മുമ്പായെങ്കിലും അന്യന്റെ സ്വത്തോ അന്യന്റേതായിട്ടുള്ള അംശങ്ങളോ നമ്മുടെ സമ്പത്തിലേക്ക് കലർന്നു വന്നിട്ടുണ്ടോ എങ്കിൽ അതെല്ലാം തീർക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് നമ്മൾ ഇന്നു മുതലെങ്കിലും തിരിച്ചറിയുക. നമുക്കറിയാം, ഫലസ്തീന് അതേ ഇസ്രായേലിനെ കൊണ്ട് പൊറുതിമുട്ടുന്ന സന്ദർഭത്തിലാണ് ഇന്ന് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. ആ ഫലസ്തീനിലെ രക്ഷാദൗത്യ നിർവഹണത്തിന്റെ രക്ഷാപ്രവർത്തകർ ആ നിർവഹണത്തിന്റെ ഇടയിൽ അവർക്ക് കിട്ടിയ ഒരു ചെറിയ കീറിപ്പോകാത്ത ഒരു കടലാസിന്റെ കഷ്ണം
മുസ്ലിം ലോകത്തെ ഒന്നാകെ അത്ഭുതപ്പെടുത്തിയതിന് നമ്മൾ സാക്ഷികളായവരാണ്. ആരായിരുന്നു? 12 വയസ്സ് പ്രായമുള്ള ഹയ എന്ന് പറയുന്ന ഒരു പിഞ്ചു കുഞ്ഞിന്റെ വസിയത്ത് ലോക ജനതയെ ഒന്നാകെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തേ അവൾ പറയുന്നത്? മർഹബൻ അന ഹയ, ഞാൻ ഹയയാണ്, എല്ലാവർക്കും സ്വാഗതം. സഅക്തുബു വസിയതി അൽആൻ, തീഗോളങ്ങളാൽ മൈലാഞ്ചി ചുവപ്പണഞ്ഞ രാവിലിരുന്ന് ഞാൻ എന്റെ വസിയത്ത് എഴുതുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തീഗോളത്തിന് അകപ്പെട്ടുകൊണ്ട് ഞാൻ ഈ ലോകത്തോട് വിട പറയും. ആ വിട പറയുന്നതിന് മുമ്പ് എനിക്ക് ചില വസിയത്തുകൾ നിങ്ങളോട് അറിയിക്കാനുണ്ടെന്ന് പിഞ്ചു കുഞ്ഞ് 12 വയസ്സുള്ള ഹയ ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അവൾ എഴുതി വെക്കുന്ന വസിയത്ത് 4 കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു. ഒന്ന് അവരുടെ സാമ്പത്തിക ഇടപാടുകളായിരുന്നു. രണ്ടാമത്തേത് അവരുടെ കളിപ്പാട്ടങ്ങളെ കുറിച്ചായിരുന്നു. മൂന്നാമത്തേത് അവരുടെ വസ്ത്രങ്ങളെ കുറിച്ചായിരുന്നു. നാലാമത്തേത് അവരുടെ ചെരുപ്പിനെ സംബന്ധിച്ചായിരുന്നു. അതിൽ അവൾ ഒന്നാമത് എഴുതിയത് എനിക്കൊരു 80 ശക്കലിന്റെ ബാധ്യതയായി എനിക്കിന്ന് നിലനിൽപ്പുണ്ട്. അതുകൊണ്ട് ആർക്കൊക്കെയാണ് അതിൽ 45 ശക്കൽ ലിമാമ എന്റെ ഉമ്മാക്ക് നൽകാനുള്ളതാ, 5 ശക്കൽ ലിസീന സീനത്തിന് കൊടുക്കാനുള്ളതാ, 5 ഹാഷിമിനും ലീത്തക്കോ അതോടൊപ്പം മറിയമിത്തക്കോ അതോടൊപ്പം അബു അമ്മാമിനും ഒക്കെ കൊടുക്കാനുള്ള ബാധ്യതകൾ അവൾ എഴുതി വെക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ കുഞ്ഞിന്റെ എഴുത്ത് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതുണ്ട്. ഒരുപാട് കടങ്ങളും ബാധ്യതകളും വാങ്ങിക്കൂട്ടിയ മനുഷ്യൻ ആ ബാധ്യതകൾ തീർക്കുന്നതിൽ അലംഭാവം വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുമ്പോ തിരിച്ചറിയുന്ന ഒരു 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി ഞാൻ തന്റെ റബ്ബിന്റെ ചാരത്തേക്ക് പോകാനിരിക്കുകയാണ്. ഇസ്രായേലിന്റെ അധിനിവേശം എന്നെ വലിഞ്ഞു മുറുക്കുമെന്നോ അതിൽ അകപ്പെട്ടുകൊണ്ട് ഞാൻ മരണം വരിക്കാൻ ഏത് സന്ദർഭത്തിലും തയ്യാറായി നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ റൂഹിനെ റബ്ബിന്റെ ചാരത്തേക്ക് കൊണ്ടുപോകുമ്പോ എനിക്ക് തടസ്സമായി എന്റെ ബാധ്യതകൾ നിലനിൽക്കാൻ പാടില്ലെന്ന് തീരുമാനമെടുത്ത ആ പിഞ്ചോമന ആ ബാധ്യതകൾ ഓരോന്നോരോന്നായി എഴുതി വെച്ചതാണ്. ആ രക്ഷാപ്രവർത്തകരെ കണ്ടെത്തുന്നതും അവരെ അത്ഭുതപ്പെടുത്തുന്നതും. ബഹുമാനികള്, നമ്മളിൽ പലരെ സംബന്ധിച്ചിടത്തോളം അതേ പല വിധത്തിലുള്ള കടങ്ങളും ബാധ്യതകളും വരുത്തി വെച്ചിട്ടുണ്ട്. അത് വീട്ടുന്നിടത്തൊക്കെ നമ്മൾ അലംഭാവം വെച്ച് പുലർത്തിയേക്കാം. നോക്കൂ, നമ്മൾ അറിയേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖ, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ള അൻഹു. ഒരു മുഅ്മിനിന്റെ ആത്മാവ് ബന്ധനത്തിലാണ്. അവന്റെ ആത്മാവിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് അവന്റെ കടങ്ങളാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലെ റസൂലുള്ളാഹ് വീണ്ടും പറയുന്നുണ്ട്. ഷഹീദായ ഒരു മനുഷ്യൻ, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹ്, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വഫാത്തായി, ثم وحي ثم قتل, പിന്നെയും അവനെ ജീവിപ്പിച്ചു, പിന്നെയും അവൻ ഷഹീദായി, പിന്നെയും അവനെ ജീവിപ്പിച്ചു, പിന്നെയും അവനെ അവൻ ഷഹീദായി. അങ്ങനെ 3 പ്രാവശ്യം ഷഹീദായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ വഅലൈഹി ദൈനുൻ, അവന്റെ മേലിൽ കടബാധ്യതയുണ്ട്, കൊടുക്കാനുള്ളതുണ്ട്, നൽകാനുള്ള ബാധ്യതകളുണ്ട്. അതൊന്നും നൽകാതെയാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ പടയാളികളുമായി പടകളത്തിൽ പടപൊരുതി പടയാളികളുടെ വെട്ടേറ്റുകൊണ്ട് മലർന്നടിച്ച് മരണം വരിച്ച് ഷഹീദായി 3 പ്രാവശ്യം ഷഹീദിന്റെ മർത്തബയിലെത്തിയ മനുഷ്യൻ ലോകറബ്ബിന്റെ ചാരത്തെത്തുമ്പോ റസൂലുള്ളാഹി പറയുന്നത്, സ്വർഗ്ഗത്തിന്റെ ഉത്തുംഗതയിൽ നിൽക്കേണ്ട ഷഹീദായ ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ മേലിൽ അവൻ അതേ പലർക്കും ബാധ്യതകളുള്ളത് കൊണ്ട് റബ്ബ് അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നതല്ല. ഹത്താ യുഖ്ള അൻഹു ദീനുഹു, അവന്റെ കടം തീരുമാനമാകുന്നത് വരെ, അവന്റെ ബാധ്യതകൾ തീരുമാനമാകുന്നത് വരെ അവൻ അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല, തടഞ്ഞു വെക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. യഗ്ഫറു ലിശഹീദി കുല്ലു ദംബിൻ
ഒരു ഷഹീദിന്റെ അവന്റെ പാപങ്ങൾ എല്ലാം അല്ലാഹു പുറത്തു കൊടുക്കും. ഇല്ലദ്ദൈ, കടമൊഴികെ. കടം അല്ലാഹു പുറത്തു കൊടുക്കില്ല. അതുകൊണ്ട് ഗൗരവത്തിൽ നമ്മൾ മുഖവിലക്കെടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അന്യന്റെ ഒരംശം നമ്മളുടെ കൈവശമുണ്ട് എങ്കിൽ, നമ്മുടെ സമ്പത്തിൽ ഹറാമ് കലർന്നിട്ടുണ്ട്, നാളെ റബ്ബിന്റെ മുന്നിൽ ഉത്തരം കൊടുക്കേണ്ടി വരുമെന്ന് താക്കീത് ചെയ്യപ്പെട്ടിരിക്കുകയാണ് മുസ്ലിം ഉമ്മത്ത്. അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. കാല തളവ്വറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത ലൈലത്തിൻ. പ്രിയമുള്ളവരെ, ഈ ഹദീസുകളൊക്കെ കേട്ടിട്ട് ഇന്നും തലചായ്ക്കാൻ പോകുന്ന നമ്മൾ സമാധാനത്തോടെ തലചായ്ക്കുന്നുവെങ്കിൽ ഹബീബിന്റെ ജീവചരിത്രം നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു രാത്രി റസൂലുള്ളാഹി ഉറങ്ങാൻ കഴിഞ്ഞില്ല. നബി തങ്ങൾ എഴുന്നേറ്റിരിക്കുകയാണ്, വീണ്ടും കിടക്കുന്നുണ്ട്. ഹബീബിന് ഉറങ്ങാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹിയോട് ചോദിച്ചു, മാ അസ്ഹറുക, എന്താ നബിയെ താങ്കൾ അവിടുന്ന് ഉറക്കം കെടുത്തിക്കളഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി വജദ്തു തംറതൻ സാഖിതതൻ ഫഅകൽതുഹാ. ഞാനൊരു ഈത്തപ്പഴച്ചുള നിലത്ത് കിടക്കുന്നത് കണ്ടു. എന്റെ വീട്ടിന്റെ നിലത്ത് ഒരു ഈത്തപ്പഴച്ചുള വീണ് കിടക്കുന്നത് കണ്ടപ്പോ ഞാനത് എടുത്ത് ഭക്ഷിച്ചു പോയി. എന്റെ കുടുംബത്തിൻ്റെതായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, എനിക്ക് അർഹതപ്പെട്ടതെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതെ, എന്റെ വീട്ടിൽ സ്വതക്കയുടെ മുതലിലെ കാരക്കയുണ്ടായിരുന്നു. ആ കാരക്കയിൽപ്പെട്ട കാരക്കയാണോ, എനിക്കറിയപ്പെട്ട എന്റെ കുടുംബത്തിന്റെ വരുമാനം കൊണ്ട് ലഭിച്ച കാരക്കയാണോ എന്നറിയാത്തത് കൊണ്ട് എന്റെ ഉറക്കം കെടുത്തിക്കളഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നോക്കൂ, എന്തേ കാരണം? വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് തന്നെ, യാ അയ്യുഹർ റസൂൽ, അല്ലയോ അമ്പിയാക്കളെ, കുലൂ മിനത് ത്വയ്യിബാതി വഅമലു സ്വാലിഹാ, നിങ്ങൾ സൽക്കർമ്മം പ്രവർത്തിക്കണം, വിശിഷ്ടമായത് ഭക്ഷിച്ചു കൊള്ളണം. ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ആ കൽപ്പനയ്ക്ക് ഞാൻ ധിക്കാരം ചെയ്തോ എന്ന് റസൂലുള്ളാഹിക്ക് ഈത്തപ്പഴച്ചുള ഭക്ഷിച്ചപ്പോ സംശയം തോന്നിപ്പോയ നബി തങ്ങളുടെ ഉറക്കം കെടുത്തി എന്ന് പറയുമ്പോ ലക്ഷങ്ങൾ കടബാധ്യതകളുള്ളവർ നമുക്കിടയിൽ ഉണ്ടാവാം. നാടുകളിൽ പല വിധത്തിലുള്ള ബിസിനസ്സുകളിൽ ഏർപ്പെട്ടവർ നമുക്കിടയിൽ ഉണ്ടാകാം. പലർക്കുമായി പല വിധത്തിലുള്ള ഷെയറുകളും കൊണ്ടുപോയി കൊടുത്ത് അവസാനം കൊണ്ടുകൊടുക്കപ്പെട്ട മനുഷ്യൻ മുങ്ങിക്കളഞ്ഞ് അതേ ബാക്കിയുള്ള മനുഷ്യരെല്ലാം തന്റെ നേർക്ക് വിരൽ ചൂണ്ടുമ്പോ ഒരു കടബാധിതനായി സമൂഹത്തിൽ അപമാനത്തോടെ കഴിയുന്ന മനുഷ്യൻ ഒരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. നാളെ റബ്ബിന്റെ ഭാഗത്ത് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ തന്റെ മേലിലുള്ള ബാധ്യതകൾ ഒന്നൊന്നായി വീട്ടിക്കൊള്ളണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. അല്ലാതെ രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നുള്ളതാണ്. സഹാബത്ത് ഈ വിഷയത്തിലൊക്കെ കാണിച്ചിരുന്ന കാർക്കശ്യം എത്രയായിരുന്നുവെന്ന് നമ്മളൊന്നറിയണം. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, നിങ്ങൾ വിശിഷ്ടമായത് ഭക്ഷിച്ചു കൊള്ളണം, അനുവദിക്കപ്പെട്ട ഹലാലായത് ഭക്ഷിച്ചു കൊള്ളണം എന്ന് വിശുദ്ധ ഖുർആൻ. വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ, ശൈത്താന്മാരുടെ പിശാചുക്കളുടെ കാലടികളെ നിങ്ങൾ അനുഗമിക്കരുതേ, അനുധാവനം ചെയ്യരുതേ. ഇത് പറയുന്ന വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ഈ ഒരു ആയത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് എത്ര കാർക്കശ്യത്തോടെയായിരുന്നു ഹറാമിന്റെ മുതലുകൾ തങ്ങളുടെ സമ്പത്തിലേക്കോ ശരീരത്തിലേക്കോ വന്നു ചേരുന്നതിനെ സ്വഹാബത്ത് ജാഗ്രതയോടെ കണ്ടിരുന്നത് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അവിടുന്ന് വിശന്നൊട്ടിയ വയറുമായി കഴിഞ്ഞുകൂടുകയാണ്. ദിവസങ്ങളോളമായി ഭക്ഷണം കഴിച്ചിട്ട് മഹാനുഭാവന്റെ മുന്നിലേക്ക് അദ്ദേഹത്തിന് ഭർതൃ സേവനം ചെയ്തിട്ടുള്ള വൃത്യനായ ഒരു ബാലൻ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഒരു ഭക്ഷണത്തളികയിൽ ഭക്ഷണവുമായി കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ കഴിക്കുകയാണ്. കാരണം വിശപ്പ് അദ്ദേഹത്തെ നന്നായി അലട്ടുന്നുണ്ട്. വിശപ്പിൽ നിന്ന് ശമനം കിട്ടാൻ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഒരു നേരത്തെ ഒരു പിടി ആഹാരം തന്റെ വിശപ്പിന് അല്പം സമാധാനമുണ്ടാക്കുമല്ലോ എന്ന് കരുതി അദ്ദേഹം അത് ഭക്ഷിക്കുകയാണ്.
ഭൃത്യൻ അത്ഭുതത്തോടെ ചോദിച്ചു പോയി മഹാനുഭാവനോട്, സാധാരണ ഞാൻ നിങ്ങൾക്ക് നൽകുമ്പോ താങ്കൾ എന്നോട് പറയാറുണ്ട് ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കാറുണ്ട്. ഇന്ന് താങ്കൾ അത് ചോദിക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ, എന്താണ് താങ്കൾ അത് ചോദിക്കാതിരുന്നത്? മഹാനുഭാവൻ പറഞ്ഞു, ഞാൻ മറന്നുപോയതാ, വിശപ്പെന്നെ മറപ്പിച്ചു കളഞ്ഞതാ. പറയണം ഇത് എവിടെ നിന്ന് കിട്ടിയ ഭക്ഷണമാണെന്ന്. ജാഹിലിയ്യ കാലഘട്ടത്തിൽ മന്ത്രം നടത്തിയിരുന്നു ഞാൻ. ആ മന്ത്രം നടത്തിയതിന്റെ പ്രതിഫലം അന്ന് ജനത എനിക്ക് നൽകിയില്ല. അവരുടെ വിവാഹാഘോഷ വേളയിൽ പങ്കെടുത്ത് അവർ നൽകിയ പ്രതിഫലമായ ഈ ഭക്ഷണമായിട്ട് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരുന്നത് എന്ന് ഭൃത്യൻ സിദ്ദീഖുൽ അക്ബറിനോട് മഹാനുഭാവൻ പറഞ്ഞത്. അദ്ദേഹം നീ എന്നെ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്നായിരുന്നു. നീ എനിക്ക് ആശ്വാസം നൽകിയല്ലോ, ഞാൻ അറിയാതെ ഭക്ഷിച്ചു പോയതാണല്ലോ. ആ ഉദരല്ല സിദ്ദീഖുൽ അക്ബർ പറഞ്ഞത്, നീ എന്നെ നശിപ്പിച്ചു കളഞ്ഞല്ലോ. കാരണം സ്വർഗം കൊണ്ട് സുവിശേഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയ, സ്വർഗത്തിന്റെ 8 കവാടത്തിലൂടെ മലക്കുകൾ മത്സരിച്ച് മാടി വിളിക്കുന്ന സഹാബിയ. മാത്രമല്ല സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ ഒരു കൂട്ടുകാരനെ തെരഞ്ഞെടുക്കാൻ റബ്ബനിക്ക് അനുമതി നൽകിയാൽ എന്റെ സിദ്ദീഖിനെ ഞാൻ തെരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ടവനാ സിദ്ദീഖുൽ അക്ബർ. ആ സിദ്ദീഖുൽ അക്ബർ പറയുന്നത്, നീ എന്നെ നശിപ്പിച്ചല്ലോ, എന്തേ കാരണം എന്നല്ലേ? അദ്ദേഹത്തിന്റെ വായിലേക്ക് വിരലുകൾ തിരികെ കയറ്റിയിട്ട് അദ്ദേഹം ഛർദിച്ചു കളയുകയാണ്. കഴിച്ചതെല്ലാം പോന്നിട്ടുണ്ട്. വീണ്ടും വീണ്ടും എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് കരുതി വീണ്ടും വീണ്ടും അദ്ദേഹം ഛർദിക്കുന്നത് കണ്ടപ്പോ ഭൃത്യൻ ചോദിച്ചുപോയി മഹാനുഭാവനോട്, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാ ഇങ്ങനെ കഴിച്ചതെല്ലാം പോന്നില്ലേ? അദ്ദേഹം പറഞ്ഞ മറുപടി, നീ തന്ന ഭക്ഷണത്തിന്റെ അംശം പുറത്തു പോരാൻ എന്റെ ആത്മാവിനെ പുറത്തിറക്കി ശ്വാസം മുട്ടി മരിക്കേണ്ടി വന്നാൽ ഞാൻ അതിന് ഒരുക്കമാണ്. കാരണം ഇസ്ലാമിന്റെ തിരുദൂത് ഹിജ്റയിൽ എന്റെ കൂട്ടുകാരനായിരുന്ന എന്റെ ഉറ്റമിത്രമായ റസൂലുള്ളാഹ് എന്നെ പഠിപ്പിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. കുല്ലു ജസദിൻ നബത മിൻ സഹതിൻ ഫന്നാറു ഔലാ ബിഹി. ഹറാമിന്റെ ഉരുളകൾ ഭക്ഷിച്ച് വളർന്ന ശരീരം നരകത്തോട് യോജിച്ചത് അടുത്തത് എന്ന് എന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്വർഗം സുവിശേഷ വാർത്ത അറിയിക്കപ്പെട്ട എനിക്ക് നീ തന്ന ഒരു ഉരുള കാരണം സ്വർഗം നഷ്ടപ്പെട്ട് അതേ നരകം നിർബന്ധമാക്കപ്പെടുന്ന അവസ്ഥ സംജാതമാകുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ട് ഞാൻ കഴിച്ചതെല്ലാം പുറത്തു വരട്ടെ എന്ന് കരുതി ഇത്ര പ്രയാസപ്പെട്ട് ഛർദിക്കുന്നത് എന്ന് മഹാനുഭാവൻ പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. മഹാനുഭാവൻ രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് നെയ്യിനും മാംസത്തിനും വില വർദ്ധിച്ചത്. മഹാനുഭാവൻ അവിടുന്ന് ബൈത്തുൽ മാലിലെ പണമൊഴുക്കിക്കൊണ്ട് അവിടുന്ന് ആടുകളെ വാങ്ങുകയും അതിന്റെ മാംസം വിതരണം ചെയ്യുകയും നെയ്യ് വാങ്ങുകയും ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ്. വിതരണം ചെയ്ത് ക്ഷീണിച്ച മഹാനുഭാവൻ അദ്ദേഹത്തിന്റെ തിന്മേശയിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന രംഗം ചരിത്രത്തിൽ കാണാം. വേലക്കാരൻ അസ്ലമിനോട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അസ്ലമേ, എവിടെ നിന്ന് കിട്ടിയതാണ് ഈ മാംസഭാഗങ്ങൾ? അദ്ദേഹത്തിന്റെ തിന്മേശയ്ക്ക് മുന്നിൽ തുടുതുടുത്ത മാംസങ്ങൾ കാണുകയാണ്. അദ്ദേഹം ചോദിച്ചു, അസ്ലം, ഇത് ഏത് മാംസമാണ്? എനിക്കാരെങ്കിലും ഹദിയയായി വല്ല മാംസവും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടോ? അസ്ലം പറഞ്ഞു, അല്ല, ഇത് താങ്കൾ വിതരണം ചെയ്ത ബൈത്തുൽ മാലിൽ നിന്ന് ഒരൽപ്പം താങ്കൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചതാണെന്ന് പറയുമ്പോ എന്റെ മുന്നിൽ നിന്ന് ഇതെടുത്തു കൊണ്ടുപോകണം, എനിക്കത് വേണ്ട. എന്റെ കടുകെണ്ണയും എന്റെ റൊട്ടിയും എന്റെ മുന്നിലേക്ക് കൊണ്ടുപോകൂ അസ്ലമേ, അതാണ് എനിക്ക് അനുവദിക്കപ്പെട്ടത്. ഇതെനിക്കത് അർഹതപ്പെട്ടതല്ല. ഇത് ബൈത്തുൽ മാലിലെ പണമാണ്, ഇത് പാവങ്ങളുടെ അവകാശമാണ്, ഇത് അവർക്ക് നൽകാനുള്ളതാ. ഇത് ഞാൻ എങ്ങാനും ഭക്ഷിച്ചാൽ നാളെ എന്റെ റബ്ബിന്റെ മുന്നിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ട ഒരു ഉമർ എന്ന ഭരണാധികാരിയുടെ ചരിത്രം നമ്മൾ തിരിച്ചറിയണം. അവിടുന്ന് കടുകെണ്ണയും റൊട്ടിയും കൂട്ടി ഭക്ഷണം കഴിച്ചാൽ അദ്ദേഹത്തിന്റെ വയറ് നന്നായി വേദനിക്കുന്ന വയറ് കടുകെണ്ണ വയറിന് പറ്റില്ല. കടുകെണ്ണ കുഴിച്ചാൽ അദ്ദേഹത്തിന്റെ വയറ് നന്നായി വേദനിക്കുന്ന വയറിന്മേൽ കൈവച്ച് തന്റെ വലത് കൈവച്ച് അദ്ദേഹം പറയുന്നത്, പൊന്നാര ഉമറേ,
ഉമറിന്റെ വയറിന് അതേ നെയ്യിനും മാംസത്തിനും വില കുറയുന്നത് വരെ ഈ എണ്ണ തന്നെ ശീലിക്കണമെന്നായിരുന്നു അത് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. എന്തേ കാരണം? ഹക്കല്ലാത്തത് എന്റെ ഉപജീവനത്തിലേക്ക് കടന്നു വന്നാൽ എനിക്ക് അവകാശപ്പെട്ട സ്വർഗം തടയപ്പെടുമോ എന്ന് ഭയപ്പെട്ട സഹാബത്തിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചരിത്രത്തിൽ ഒട്ടനവധി സഹാബത്തിന്റെ ചരിത്രങ്ങളുണ്ട്. ഞാൻ രണ്ട് ചരിത്രങ്ങൾ മാത്രം പറഞ്ഞു എന്ന് മാത്രം. ഇനി പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസ്, എന്റെ സമൂഹത്തിന് ഒരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടത്തിൽ ലാ യുബാലി മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാലി അം മിനൽ ഹറാം. ആ കാലഘട്ടത്തിലെ മനുഷ്യൻ സമ്പത്ത് സമ്പാദിക്കും, ഹഖും ബാത്തിലും ഹലാലും ഹറാമും മാനദണ്ഡമാക്കാതെ സമ്പത്ത് യഥേഷ്ടം സമ്പാദിക്കുന്ന ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തിൽ വരാനിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന വിധത്തിലാണ് ഇന്ന് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. നോക്കൂ നിങ്ങൾ, ഇതെനിക്ക് അർഹതപ്പെട്ടതാണോ അർഹതപ്പെടാത്തതാണോ നമ്മൾ പരിശോധിക്കുക പോലും ചെയ്യുന്നില്ല. എന്തേ കാരണം? അതൊക്കെ നമുക്ക് അർഹതപ്പെട്ടതാണെന്ന് നമ്മൾ ആദ്യമേ ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ന് നമുക്കിടയിൽ അറിയാം, പലപ്പോഴും കാണുന്ന ഒന്നാണ് വിളിക്കുറികൾ എന്ന് പറയുന്നത്. കുറി എല്ലാവരും കൂടുകയും ആ കൂടുന്നതിൽ നിന്ന് ലേലം വിളിച്ച് സംഖ്യ കുറച്ച് അത്യാവശ്യക്കാരനെ സംഖ്യ കുറച്ച് ലേലം വിളിച്ച് അവസാനം അവന് ആ കുറി കൊടുക്കുന്ന അവസ്ഥ. എന്നിട്ടോ അവൻ എത്രയാണോ കുറച്ച് വിളിച്ചത് അതിന്റെ സംഖ്യ അടുത്ത പ്രാവശ്യം കുറിയടക്കുമ്പോ അതേ പലർക്കുമായി അതിന്റെ ഗഡുക്കളിൽ ഒരു വിഹിതം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാ പാവപ്പെട്ടവന്റെ കാര്യത്തെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രവണതയാണ് പ്രിയമുള്ളവർ. നോക്കൂ നിങ്ങൾ, 10 പേര് ഒരു കുറിക്ക് കൂടുകയും അവർ 10,000 വെച്ച് മാസം നൽകുകയും 10 മാസം കൊണ്ട് 1,00,000 രൂപയുടെ കുറിയാണ്. അത്യാവശ്യക്കാർ അവർക്കിടയിലുണ്ട്. നറുക്കെടുപ്പിന്റെ ആവശ്യമില്ല, അത്യാവശ്യക്കാർക്ക് വിളിക്കാം. അതിലൊരാള് 95,000 വിളിക്കുന്നു. അപ്പോൾ അടുത്ത അത്യാവശ്യക്കാരൻ 90,000 വിളിക്കുന്നു. അങ്ങനെ 90,000 ആ കുറി ആ മനുഷ്യന് കൊടുത്തു കഴിഞ്ഞു. അവിടെ 10,000 രൂപ മനുഷ്യന് നഷ്ടമാണ്. ആ 10,000 രൂപ അടുത്ത മാസം ഈ ആളുകളെ കുറിക്ക് സംഖ്യ അടക്കുമ്പോ അവർ 9,000 രൂപ കൊടുത്താൽ മതി. അതേ 1000 രൂപ ഈ 10 ആളുകളുടെ 10,000 രൂപ കഴിഞ്ഞ വർഷത്തെ വിളിക്കുറിയിൽ 90,000 ഈ മനുഷ്യൻ വിളിച്ചെടുത്തത്. 10,000 അവിടെ കിടപ്പുണ്ട്. ആ 1000 കുറച്ചുകൊണ്ടാണ് അടുത്ത മാസം കുറിയുടെ സംഖ്യ കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതാണ് ഒരു മനുഷ്യനെ ചൂഷണം ചെയ്യുന്നത്. അത് തനി പലിശയാണ്. നമ്മൾ തിരിച്ചറിയുക, പലിശയുടെ ഇനത്തിൽപ്പെട്ട വിഭാഗം തന്നെയാണ് പ്രവർത്തനം. ചൂഷണമാണ് മനുഷ്യനെ ചെയ്യുന്നത്. ആ മനുഷ്യന്റെ അത്യാവശ്യത്തെ ചൂഷണം ചെയ്ത് പണം വസൂലാക്കിക്കൊണ്ട് അതേ നമ്മൾ ജീവിക്കുമ്പോ തിരിച്ചറിയുക, നാളെ റബ്ബിന്റെ മുന്നിൽ കൃത്യമായ കണക്ക് കൊടുക്കേണ്ടി വരും. വെച്ച കാല് മുന്നോട്ട് വെക്കണമെങ്കിൽ ചോദ്യമുണ്ട്. എവിടെ നിന്ന് സമ്പാദിച്ചു എന്ന ആദ്യത്തെ ചോദ്യം. മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് സമ്പാദിച്ച സമ്പത്താണെങ്കിൽ റബ്ബിന്റെ ഭാഗത്ത് അതിന് രക്ഷയില്ലെന്ന ഇസ്ലാം പഠിപ്പിച്ചത്. ആദ്യം എവിടെ നിന്ന് സമ്പാദിച്ചു എന്ന അതിനുശേഷമാണ് ഏത് മാർഗത്തിൽ വിനിയോഗിച്ചു എന്നുള്ളതിന് ചോദ്യമുള്ളത്. ഇനിയോ നമ്മുടെ നാടുകളിൽ ഷെയർ മാർക്കറ്റുകളുണ്ട് അല്ലേ? ആ ഷെയർ മാർക്കറ്റുകളിൽ പണം നിക്ഷേപിക്കാറുണ്ട്. അതിലെ വരുമാനം ഹലാലാണോ ഹറാമാണോ എന്ന് നമ്മൾ പരിശോധിക്കാറുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മദ്യ കമ്പനികളുടെയും ഫിനാൻഷ്യലായി പലിശ ഇടപാട് നടത്തുന്ന അതേ ധനകാര്യ സ്ഥാപനങ്ങളുടെയും ലഹരി വസ്തുക്കളുടെയും അത്തരത്തിലുള്ള വസ്തുക്കളുടെ നിർമ്മാണ കമ്പനികളുടെയും ഫിലിം മേക്കറുകളുടെയും ഗാബ്ലിങ്ങുകളുടെയും ഒക്കെ രീതിയിലുള്ള അത്തരത്തിലുള്ള കമ്പനികളിലാണ് നമ്മളുടെ ആ ഷെയറുകൾ നമ്മൾ എടുക്കുന്നത് എങ്കിൽ തിരിച്ചറിയുക, ആ പണം നമുക്ക് അനുവദനീയമല്ല.
ഷെയർ മാർക്കറ്റുകളിൽ നമ്മൾ പരിശോധിക്കേണ്ടത് ആ കമ്പനി ഇസ്ലാമിക മാനദണ്ഡ പ്രകാരം അഥവാ ഇസ്ലാം വിരോധിച്ച കച്ചവട വസ്തുക്കളുമായി ക്രയവിക്രയം നടത്തുന്നതല്ല, അതോടൊപ്പം പലിശയുമായി അതിന് ബന്ധമില്ല, ചൂഷണങ്ങളുടെ യാതൊരു മുഖവും അതിനില്ല, അതുകൊണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഷെയറുകൾ എടുക്കേണ്ടത് എന്നോ, അതല്ലാത്തത് ഇസ്ലാം നിരോധിച്ചിട്ടുള്ള വസ്തുക്കളുടെ ക്രയവിക്രയങ്ങളും മാനുഫാക്ചറിങ്ങുകളും ഒക്കെ നടക്കുന്ന കമ്പനികളാണെങ്കിൽ നമുക്കത് നിഷിദ്ധമാണ്, ഹലാലല്ല എന്നും നമ്മൾ തിരിച്ചറിയുക. ഇനി മ്യൂച്വൽ ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് സമ്പത്ത് നേടുന്ന മനുഷ്യരെ കാണാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇന്ന് ഇസ്ലാമിക് ഫിനാൻസിൽ നമുക്കറിയാം മുളാറബ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ ബീബി റളിയല്ലാഹു അൻഹയും ഖദീജ ബീബിയെ നബി തങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവർ തമ്മിൽ ഇടപെട്ടിരുന്ന ഒരു രീതിയാണ് ഈ മുളാറബ എന്ന് പറയുന്നത്. അതായത് ഖദീജ ബീബിയിൽ പണമുണ്ട്, ആ പണം ഉപയോഗിച്ച് കച്ചവടം നടത്താൻ ഖദീജ ബീവിക്ക് ആഗ്രഹമുണ്ട്. അതിന്റെ വിശ്വസ്തൻ എന്നുള്ള നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദീജ ബീവി തിരഞ്ഞെടുക്കുന്നത്. റസൂലുള്ളാഹിയുടെ കയ്യിൽ പണമില്ല, കച്ചവടത്തിന്റെ പണം മുഴുവനുള്ളത് ഖദീജ ബീവിയുടേതാണ്. പക്ഷേ ലാഭം കിട്ടിക്കഴിയുമ്പോ പകുതി ഖദീജ ബീവിക്കും പകുതി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും. എന്റെ മുഹമ്മദ് നബിയുടെ അധ്വാനത്തിന്റെ പകുതിയും ഖദീജ ബീവിയുടെ മൂല്യമാകുന്ന പണത്തിന് ലാഭത്തിന്റെ പകുതിയും കൊടുക്കുന്ന രീതി. ഇതാണ് മുളാറബ എന്ന് ഇസ്ലാമിക് ഫിനാൻസിൽ നമ്മൾ പഠിപ്പിക്കുന്ന മനസ്സിലാക്കുന്ന കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക് ബാങ്കിങ്ങിലും ഇസ്ലാമികപരമായിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങളിലുമൊക്കെ ഈ പ്രവണത നടക്കാറുണ്ട്. ഇത് ഹലാലാണ്. എന്നാൽ ഇതേ രൂപത്തിൽ നമ്മളുടെ കയ്യിലുള്ള സമ്പത്ത് അതേ കച്ചവടം നടത്താൻ താല്പര്യമുള്ളവരിലേക്ക് കൊടുക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. നമ്മൾ അത് നിക്ഷേപിക്കുന്നവരിലേക്ക് അവരത് ആ സംഘം ഒരു രണ്ടോ മൂന്നോ ആളുകൾ കൂടിയിട്ടുള്ള സംഘം, ആ സംഘം ഈ ഒരു മ്യൂച്വൽ ഫണ്ട് നമുക്ക് കച്ചവടം നടത്താൻ അറിയില്ല, അതുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ടു പോകുമെന്ന് ഭയമുണ്ട്, അതുകൊണ്ട് കച്ചവടത്തിന്റെ ഇടപാടുകളും ആ രീതിയും പ്രവർത്തനങ്ങളും ഒക്കെ തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ അതിലെ ചതിക്കുഴികളും ലാഭങ്ങളും ഒക്കെ കൃത്യമായി അറിയുന്ന ഒരു വിഭാഗത്തെ നമ്മളത് കൊടുത്തേൽപ്പിക്കുന്നു. അതാണ് മ്യൂച്വൽ ഫണ്ട്. അവർ അത് ഏത് മാർഗത്തിനാണ് ഏറ്റവും നല്ല ലാഭം കിട്ടുന്നത് എന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് അവർ അതിലേക്ക് ആ ഫണ്ടുകളെ വിനിയോഗിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ പകുതി അവർ ഈ പണം മുടക്കിയ മനുഷ്യനും പകുതി അവർക്കും എടുക്കുന്ന അത്തരത്തിലുള്ള പ്രവണത അത് ഇസ്ലാമികപരമായി അതിന്റെ പ്രശ്നമൊന്നുമില്ല. ഖദീജ ബീവിയും മുഹമ്മദ് നബി തങ്ങളും ചെയ്തിട്ടുള്ള അതേപോലെയുള്ള പ്രവർത്തനം തന്നെയാണ്. പക്ഷേ ഇവിടെ വിഷയം വരുന്നത് നമ്മൾ ഏൽപ്പിക്കുന്ന ഈ മ്യൂച്വൽ ഫണ്ട് അത് ചെലവഴിക്കുന്നത് ഏത് കമ്പനികളിലാണെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ കൊടുത്തേൽപ്പിക്കുന്ന മനുഷ്യരാണ്. അവരത് കൊടുത്തേൽപ്പിക്കുമ്പോ അവർ ഒരുപക്ഷെ മദ്യ കമ്പനികളിലോ അല്ലെങ്കിൽ സിഗരറ്റ് കമ്പനികളിലോ അല്ലെങ്കിൽ ബാങ്കിംഗ് മേഖലകളിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇസ്ലാം വിരോധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഇടപഴകുന്ന പന്നിയിറച്ചിയെ പോലെയുള്ള ചൂതാട്ടങ്ങളെ പോലെയുള്ള അത്തരത്തിലുള്ള മേഖലകളിലേക്കാണ് അവർ അവരുടെ ഈ പണം അവർ നിക്ഷേപിക്കുന്നത് എങ്കിൽ അത് നമുക്ക് നിഷിദ്ധമാണ്. അവർ ഏത് മാർഗത്തിൽ അത് നിക്ഷേപിക്കുന്നുവെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്നത് പൂർണ്ണമായും നമുക്ക് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ഇതാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു രീതി. രണ്ടാമത്തെ രീതി, നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഉപയോഗിച്ചത് അവരെ ചെലവഴിക്കുന്നത് ഡെപ്ത് ഫണ്ട് രൂപത്തിലാണ്. അത് മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്നു, അതിൽ നിന്ന് അവർ പലിശ അടക്കം വസൂലാക്കുന്നു, എന്നിട്ട് അതിൽ നിന്നൊരു വിഹിതം നമുക്കും ആ ഈ കൈകാര്യകർത്താക്കൾക്ക് ഒരു വിഹിതവും എടുക്കുന്ന രീതി. ഇത് തനി പലിശയാണ്, അതും ശരിയല്ല. പിന്നെ ഇസ്ലാമിക് ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ ശരീഅത്ത് നിയമങ്ങൾ അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പ്രധാനമായ രണ്ട് കമ്പനികളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. അതിലൊന്ന് ടാറ്റയുടെ എത്തിക്കൽ ഫണ്ട് എന്ന ഒരു വിഭാഗവും ടോറസുമാണ് ഈ രണ്ട് കമ്പനികൾ.
ഈ രണ്ട് കമ്പനികൾ അവർ പറയുന്നത് ശരീഅത്തനുസരിച്ചുള്ള നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഞങ്ങളുടെ ഈ ഫണ്ട് ഞങ്ങൾ വിനിയോഗിക്കുന്നത്. പന്നിയുമായി ബന്ധപ്പെട്ട പന്നിയിറച്ചിയോ മദ്യങ്ങളോ ലഹരി വസ്തുക്കളോ ഇസ്ലാം വിരോധിച്ച ശരീഅത്ത് നിയമത്തിന് എതിരുള്ള പലിശയുമായി ബന്ധപ്പെട്ടോ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളിലോ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ഈ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു രണ്ട് കമ്പനികളാണ്. ഇതാണ് നമുക്ക് ഈ ഒരു രീതിയിൽ മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നോക്കൂ നിങ്ങൾ, നമ്മൾ അറിയാതെ പലിശ നമ്മളിലേക്ക് കടന്നു വരുമ്പോ അതിൽ വലിയ ഗൗരവമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ അറിയാതെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅതി അലന്നാസി സമാൻ, എന്റെ ഉമ്മത്തിന് ഒരു കാലഘട്ടം വരാനുണ്ട്, യഅകുലൂന റിബ, ആ കാലഘട്ടത്തിൽ സമൂഹം പലിശ തിന്നുന്നവരായിരിക്കും. ഫമൻ ലം യഅകുൽഹു അസ്വാബഹു മിൻ ഉബാരിഹി, ആ പലിശ തിന്നാത്തവന് പലിശയുടെ ധൂളികളും പൊടിപടലങ്ങളും അവൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കും, അതിൽ നിന്ന് ഒരാളും രക്ഷപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഈ ഒരു വിഷയത്തിൽ വേണ്ടത്ര ഗൗരവമില്ലാത്തത് എന്ന് നമ്മളൊന്നറിയണം. നമ്മൾ ലീസിന് കൊടുക്കുന്ന പ്രവണത നമ്മുടെ നാടുകളിലുണ്ട് അല്ലേ? എന്റെ കയ്യിൽ ഒരു വാഹനമുണ്ട്, ഒരു മനുഷ്യന് അവിടുന്ന് 2 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. ആ 2 ലക്ഷത്തിന് ആ മനുഷ്യനോട് ഞാൻ 2 ലക്ഷം രൂപ എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് എന്റെ കയ്യിലുള്ള വാഹനം ഞാൻ അയാൾക്ക് കൊടുത്ത് തൽക്കാലം 2 ലക്ഷം രൂപ വാങ്ങുന്നു. എനിക്ക് എപ്പോഴാണോ 2 ലക്ഷം രൂപ റെഡിയാകുന്നത് അപ്പോൾ ഞാൻ ആ മനുഷ്യന് 2 ലക്ഷം കൊടുക്കുന്നു, എന്റെ വാഹനം ഞാൻ തിരിച്ചു വാങ്ങുന്നു. ഇതിൽ ഇസ്ലാമികപരമായി ശരീഅത്തുപരമായി എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ലല്ലോ. പണയം വെക്കലാണല്ലോ ശരിക്കുള്ളത്. ഒരു വിരോധവുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. കുഴപ്പമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം ആ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉറപ്പ് മുതലായി കൊണ്ട് ലഭിച്ചിട്ടുള്ള ആ വാഹനം ഞാൻ ഉപയോഗിക്കുമ്പോ ഞാൻ അധികപ്പറ്റാണ് ഉപയോഗിക്കുന്നത്. അധികപ്പറ്റാൻ. എന്റെ 2 ലക്ഷം രൂപക്ക് അവൻ തിരിച്ചെന്റെ 2 ലക്ഷം രൂപ തരുമ്പോ അതോടുകൂടി കഴിഞ്ഞു. പക്ഷേ ഞാൻ അവന്റെ വാഹനം ഉപയോഗിച്ചിട്ടുണ്ട്. അത് എന്റെ 2 ലക്ഷം രൂപ അവന്റെ കയ്യിലുള്ള കാലത്തോളം ഞാൻ ഉപയോഗിച്ച 2 ലക്ഷം രൂപക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ച ഉറപ്പ് മുതലായ അവനിൽ നിന്ന് വാങ്ങിയ വാഹനം ഉപയോഗിച്ചത് പലിശയുടെ ഗണത്തിലാണ് വരുന്നത്. നോക്കൂ നിങ്ങൾ, ഏതുപോലെ ഒരു തോട്ടം ഒരു മനുഷ്യൻ ലീസിന് കൊടുക്കുന്നു, അത് 10 ലക്ഷം രൂപ ആവശ്യമുണ്ട്. 10 ലക്ഷം രൂപക്ക് ഒരു തോട്ടം ഒരാൾ ലീസിന് കൊടുക്കുകയാണ്. 10 ലക്ഷം രൂപ കൊടുത്ത് ഒരു ദരിദ്രനായ മനുഷ്യനിൽ നിന്ന് ഒരാൾ തോട്ടം കൈവശം വെച്ചു. പിന്നെ ആ തോട്ടത്തിൽ സമയങ്ങളാകുമ്പോ അവിടുന്ന് നാളികേരം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലെ ഫലങ്ങളുടെ കായ്കനികളൊക്കെ ഈ മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട്. 10 വർഷം കഴിഞ്ഞ് ഈ 10 ലക്ഷം ആ മനുഷ്യൻ തിരിച്ചു കൊടുക്കുമ്പോ ആ തോട്ടം അതുപോലെ തിരിച്ച് അയാൾക്ക് കൊടുക്കുന്നു. പക്ഷേ അതിന്റെ ഇടയിൽ ഈ തോട്ടത്തിൽ നിന്ന് കിട്ടിയ വരുമാനങ്ങൾ എത്രയെന്നുള്ളതിന്റെ കയ്യും കണക്കുമില്ല. എങ്കിൽ അതൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അത് പലിശയുടെ ഇനത്തിലാണ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പണയം വെക്കുന്നതിന് വിരോധമില്ല. ഒരാൾക്ക് നമ്മൾ ഒരു സംഖ്യ അദ്ദേഹത്തിൽ നിന്ന് കടം വാങ്ങുമ്പോ ഉറപ്പ് മുതലായി കൊടുക്കുന്ന ഏതൊരു വസ്തുവോ ആ വസ്തുവിന് വിരോധമില്ല. പക്ഷേ ആ വാങ്ങുന്ന മനുഷ്യൻ ആ ഉറപ്പ് മുതൽ വസ്തു ഉപയോഗിക്കാൻ പാടില്ല. അത് ഉപയോഗിക്കുന്നത് പലിശയുടെ പരിധിയിൽ വരുമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് നമ്മൾ തിരിച്ചറിയുക. എത്രയോ കച്ചവടക്കാർ തവണ വ്യവസ്ഥകൾ ശരിയാക്കി കൊടുത്ത് കച്ചവട ലാഭത്തിന് വേണ്ടി ഹക്കും ബാത്തിലും മാനദണ്ഡമാക്കാതെ പ്രവർത്തിക്കുന്നവരെ കാണാം. അങ്ങനെയുള്ള മനുഷ്യരൊക്കെ തിരിച്ചറിയുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹിയുടെ അരികിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു വിതംദിൻ ബർനിഹി, നല്ല മുന്തിയ ഹൈ ക്വാളിറ്റി കാരക്കയുമായിട്ട് റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു വരുന്നത്. നബി തങ്ങൾ ചോദിച്ചു, മിൻ അയ്ന ഹാദാ,
ബിലാലെ, ഇത് എവിടെ നിന്ന് കിട്ടിയതാ? ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന ഇൻദനാ തംറുൻ നബിയ്യുൻ ഫബിഅതു മിൻഹു സാഇനി ബിസാഇൻ. എന്റെ കയ്യിൽ ലോക്കൽ ക്വാളിറ്റിയിലുള്ള ഈത്തപ്പഴം ഉണ്ടായിരുന്നു. ആ ഈത്തപ്പഴം ഞാൻ എടുത്തു, എന്നിട്ട് അത് എന്റെ കയ്യിലുള്ള ലോക്കൽ ക്വാളിറ്റിയുള്ള ഈത്തപ്പഴം 2 സ്വാഹ ഞാൻ കൊടുത്ത് ഈ മുന്തിയ ക്വാളിറ്റിയുള്ള ഈത്തപ്പഴം 1 സ്വാഹ ഞാൻ വാങ്ങി നബിയെ എന്ന ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ന്യായമാണ്. കാരണം ഒന്ന് മുന്തിയ ഇനമാണ്, മറ്റൊന്ന് മുന്തിയ ഇനമല്ല, ലോക്കൽ ക്വാളിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് അത് കൂടുതൽ കൊടുക്കേണ്ടി വന്നു, മുന്തിയത് കുറച്ചേ ലഭിച്ചിട്ടുള്ളൂ. അത് ന്യായമാണല്ലോ. പക്ഷേ ഇസ്ലാമിന്റെ തിരുദൂതര് ആ ബിലാലിന്റെ കയ്യിലുള്ള ഈത്തപ്പഴത്തിലേക്ക് നോക്കിയിട്ട് അവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ബിലാലെ, ഇത് എന്തൊരു പലിശയാണ്, വല്ലാത്തൊരു പലിശ. അരുത് ബിലാലെ, ചെയ്യരുത് ബിലാലെ. ولكن إذا أردت أن تشتري فبيع التمر ببيع آخر ثم اشتري. നീ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നിന്റെ കാരക്ക മറ്റേതെങ്കിലും വസ്തുവുമായി വിപണനം നടത്തിയിട്ട് ആ വസ്തുവുമായിട്ട് മുന്തിയ കാരക്ക നീ തിരിച്ചു വാങ്ങിക്കോ. നിന്റെ കയ്യിലുള്ള മോശപ്പെട്ട കാരക്ക അത് ഗോതമ്പിന് കൊടുത്തിട്ട് അതിന് തുല്യമായ ഗോതമ്പ് വാങ്ങിയിട്ട് ആ ഗോതമ്പ് ഉപയോഗിച്ച് നീ മുന്തിയ കാരക്ക വാങ്ങിക്കോ. ഒരേ ഇനത്തിൽപ്പെട്ട വസ്തുക്കള് അളവായിരിക്കണം, തുല്യത്തിന് തുല്യമായിരിക്കണം പരസ്പരം കൈമാറ്റം ചെയ്യുന്നത്. അത് ഒരിക്കലും കൈമാറ്റം ചെയ്യുമ്പോ നിങ്ങൾ തിരിച്ചറിയുക, ഒരൽപ്പം അധികമായി പോയാൽ അത് നിഷിദ്ധമാണ്, പലിശയാണ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് പല വിധത്തിലുള്ള ന്യായീകരണങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചരക്ക് കൊടുത്ത് വിൽപ്പന നടത്തിയിട്ട് കൂടുതൽ പണം വാങ്ങുന്നു. എന്റെ കയ്യിലുള്ള ചരക്ക് ഞാൻ കൊടുക്കുന്നു, അത് വിപണനം നടത്തുന്നു, എന്നിട്ട് ഞാൻ അതിന്റെ കൂടുതൽ പ്രോഫിറ്റ് വാങ്ങുന്നു. ഇവിടെ ചരക്ക് കൊടുത്ത് പണം കൂടുതൽ വാങ്ങി എന്നുള്ളതാണ്. ഇവിടെ ചരക്ക് പണം തന്നെ ആയാലോ, പണം കൊടുക്കുന്നു, ആ പണം ഉപയോഗിക്കുന്നതിന് ഞാനൊരു നിശ്ചിത തുക ഈടാക്കുന്നതിൽ എന്താ കുഴപ്പം? അതിന്റെ ലാഭമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. കച്ചവടം പോലെയല്ലേ പലിശ എന്ന്, അല്ലെങ്കിൽ വാടക പോലെയല്ലേ എന്ന്. 10 റൂമുകൾ എനിക്കുണ്ട്, ആ ബിൽഡിംഗ് ഞാൻ 10 പേർക്ക് കൊടുത്തു, ആ 10 റൂമുകളും അവർ ഉപയോഗിക്കുന്നു. ഓരോ റൂം ഉപയോഗിക്കുന്നതിനും ഓരോ മാസം 1000 രൂപ എനിക്ക് വാടക ഇനത്തിൽ അവർ തരുന്നു. എന്റെ കയ്യിൽ ഒരു 10,000 രൂപയുണ്ട്, 10 പേർക്ക് 1000 വെച്ച് ഞാൻ വീതം വെച്ചു കൊടുത്തു. അവർ ഓരോരുത്തരും ആ പണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ പണമാണ് ഉപയോഗിക്കുന്നത്, അവരാണ്. അവർ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് അവർ എന്റെ പണം ഉപയോഗിക്കുന്നതിന്റെ വാടകയായി മാസാമാസം ഒരു 100 രൂപ തരുന്നതിൽ എന്താ തെറ്റ് എന്ന് ചോദിക്കുകയും അങ്ങനെയൊക്കെ ആശ്വസിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ അറിയേണ്ടത്, അല്ലാഹു പലിശയെ നിഷിദ്ധമാക്കി, അല്ലാഹു കച്ചവടത്തെ ഹലാലാക്കി. അവിടെ എന്താ മാനദണ്ഡം? അല്ലാഹുവിന്റെ തീരുമാനമാണ് മാനദണ്ഡം. നോക്കൂ, ഒരു അന്യപെണ്ണ് എന്റെ ഭാര്യയെ പോലെയാണെന്ന് പറഞ്ഞ് അവൾ സ്പർശിക്കുന്നത് അത് ഹറാമാണ്. എന്നാൽ അന്യപ്പെണ്ണിനെ പോലെയാണ് എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്റെ ഭാര്യയെ സ്പർശിക്കുന്നത് ഹലാലാണ്. തീരുമാനം അല്ലാഹുവിന്റേതാണ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം രൂപയും തമ്മിൽ കൈമാറ്റം ചെയ്യുമ്പോ അത് 1 രൂപക്ക് 1 രൂപ തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. എന്നാൽ അത് മറ്റൊരു വസ്തുവുമായി നാണയവുമായിട്ടാണെങ്കിൽ അതിന് വിരോധമില്ല. രൂപയും ഡോളറുമാണെങ്കിൽ രൂപ അല്പം മൂല്യം കുറവാണെങ്കിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഡോളർ മൂല്യം കൂടുതലായിരിക്കും, അത് കുറച്ച് വാങ്ങിയാൽ മതിയാകും. റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസ്, ലാ തബീഉ ദീനാറ ബിദീനാറൈൻ വലാ ദിർഹമ ബിദിർഹമൈൻ. 1 ദിർഹമിനെ 2 ദിർഹമിന് നിങ്ങൾ വിൽപ്പന നടത്തരുത്. 1 ദീനാറിനെ 2 ദീനാറിന് നിങ്ങൾ വിൽപ്പന നടത്തരുത്.
ഒരു ദീനാറിന് ഒരു ദീനാറ്, ഒരു ദിർഹമിന് ഒരു ദിർഹം. എന്നാൽ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല ലാ തബീഉ ദീനാറ ബിദിർഹമൈൻ എന്നോ ലാ തബീഉ ദിർഹമ ബിദീനാറൈൻ എന്നോ പറഞ്ഞിട്ടില്ല. 2 ദീനാറിന് 1 ദിർഹമിന് നിങ്ങൾ വിൽപ്പന നടത്തരുത് എന്ന് പറഞ്ഞിട്ടില്ല. അഥവാ ദിർഹം വെള്ളി നാണയവും ദീനാർ സ്വർണ്ണ നാണയവുമാണ് റസൂലുള്ളാഹിയുടെ കാലത്ത്. അതുകൊണ്ട് അത് സ്വർണ്ണ നാണയവുമായി നിങ്ങൾ വിപണനം നടത്തുമ്പോൾ തുല്യമായിരിക്കണം, 1ന് 2 എണ്ണം ഏറെ കൊടുക്കരുത്. എന്നാൽ അതേ സമയത്ത് മൂല്യം കുറയും വെള്ളി നാണയവും സ്വർണ്ണ നാണയവുമായിട്ട്. അതുകൊണ്ട് വെള്ളി നാണയത്തെക്കാൾ സ്വർണ്ണ നാണയം കൂടുതൽ കൊടുക്കേണ്ടി വരാം. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല നിങ്ങൾ ദിർഹമിനെ അഥവാ വെള്ളി നാണയത്തെ 2 വെള്ളി നാണയത്തെ 1 സ്വർണ്ണ നാണയത്തിന് വിൽപ്പന നടത്തരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മണി എക്സ്ചേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അതിൽ തെറ്റില്ല. മൂല്യങ്ങളുണ്ട്, ഓരോ നാണയത്തിനും ഓരോ മൂല്യങ്ങളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നോക്കൂ നിങ്ങൾ, പലിശയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ചില കാര്യഗൗരവ ഹദീസുകൾ കൂടെ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു ഇന്ന ദിർഹമ യുസീബുഹു റജുലു മിനർ റിബ അഅലമു ഇൻദല്ലാഹി ഫിൽ ഖതീഅതി മിൻ 36 സനിയതൻ യസ്നിഹ റജുൽ. അല്ലാഹുവിന്റെ ചാരത്ത് 2 മനുഷ്യർ വന്നു. ഒരാള് 36 തവണ വ്യഭിചരിച്ച മനുഷ്യൻ, മറ്റേ മനുഷ്യൻ ഒരു നാണയം തൊട്ട് പലിശ മുതൽ കൈവശപ്പെടുത്തിയ മനുഷ്യൻ. 2 പേരും ഒരുപോലെയാണ്. ഒരു നാണയം തൊട്ട് പലിശ കൈവശം വെക്കുന്നത് 36 തവണ ഒരു മനുഷ്യൻ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ വീണ്ടും പറഞ്ഞു അർറിബ 73 ബാബ. പലിശയ്ക്ക് 73 കവാടങ്ങളുണ്ട്. ഐസറുഹ, അതിലെ ഏറ്റവും ചെറിയ കവാടം അത് അയ്യൻകിഹ റജുലു ഉമ്മഹു, ഒരു മനുഷ്യൻ തന്റെ ഉമ്മയെ നിക്കാഹ് ചെയ്യുന്നത് പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ സ്വന്തം മാതാവിനെ നിക്കാഹ് ചെയ്യൽ നിഷിദ്ധമാണ്, അതൊരു മനുഷ്യന് പാടുള്ളതല്ല. അഥവാ സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് പലിശയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീദിന്റെ സ്വരം അത്രയും ഗൗരവത്തിലാണ് ഇസ്ലാം അതിനെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. അവിടുന്ന് പറയുന്ന നബിതങ്ങൾ ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ. അല്ലാഹു വിശിഷ്ടവാനാണ്, അവൻ വിശിഷ്ടമായതല്ലാതെ ഹലാലായതും വിശിഷ്ടമായതുമല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല. വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. മുർസലീങ്ങളോട് കൽപ്പിച്ചത് മുഅ്മിനീങ്ങളോടും അല്ലാഹു കൽപ്പിച്ചിരിക്കുകയാണല്ലോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് യാ അയ്യുഹർ റസൂലു കുലൂ മിനത് തയ്യിബാതി വഅമലു സ്വാലിഹാ. അംബിയാക്കളെ, നിങ്ങൾ വിശിഷ്ടമായത് പ്രവർത്തിക്കുകയും വിശിഷ്ടമായത് ഭക്ഷിക്കുകയും ചെയ്യണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം, വിശിഷ്ടമായതിൽ നിന്ന് ഭക്ഷിക്കണമെന്ന് ആയത്തോതിയ റസൂലുള്ളാഹി വീണ്ടും ഓതുന്നു യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ തയ്യിബാതി മാ റസഖ്നാകും. അല്ലയോ വിശ്വാസികളെ, ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉപജീവനത്തിൽ നിന്ന് വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളണേ. അത് പറഞ്ഞ ഈ 2 ആയത്തോതിയ റസൂലുള്ളാഹി അമ്പിയാക്കളോട് അല്ലാഹ് വിശിഷ്ടമായത് ഹക്കും ബാത്തിലും നോക്കി നിങ്ങൾ സമ്പാദിക്കണമെന്ന് പറയുമ്പോ അതേ അംറ് മുഅ്മിനീങ്ങളോട് മറ്റൊരായത്തിലൂടെ അല്ലാഹു പറയുമ്പോ അത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയുകയാണ് അല്ലാഹു സ്വീകരിക്കുന്നത് നല്ലത് മാത്രമാണ്, നല്ലതല്ലാത്ത അല്ലാഹു സ്വീകരിക്കുകയില്ല. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചരിത്രം പറയുകയാണ്. സുമ്മ ദക്കറ റജുല, ഒരു മനുഷ്യനെ സ്മരിക്കുകയാണ്. യുതീലു സഫർ, ദീർഘമായി യാത്ര ചെയ്ത മനുഷ്യനാണ്. അശ്അസ വഅഖബറ, അദ്ദേഹത്തിന്റെ ദേഹമാസകലം പൊടി പുരണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മുടി ജട പൊടിച്ച് ചുരുണ്ട് കൂടിയിട്ടുണ്ട്. യാത്ര ചെയ്ത് ക്ഷീണിച്ച മനുഷ്യനാണ്. യാത്രയുടെ അടയാളങ്ങൾ അയാളിൽ കാണുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ്. പൊടി ദേഹമാസകലം പുരണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മുടികളൊക്കെ ജട പൊടിച്ചു പോയിട്ടുണ്ട്.
അങ്ങനെയുള്ള മനുഷ്യൻ യാത്രക്കാരനാണല്ലോ. ഒരു യാത്രക്കാരന്റെ പ്രാർത്ഥനക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് സ്വീകാര്യതയുണ്ട്, നോമ്പുകാരന്റെ പ്രാർത്ഥനക്ക് സ്വീകാര്യതയുണ്ട്, മർദ്ദിതന്റെ പ്രാർത്ഥനക്ക് സ്വീകാര്യതയുണ്ട്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്ക് സ്വീകാര്യതയുണ്ട്. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ അർഹനായ യാത്രക്കാരനായ മനുഷ്യൻ ആകാശത്തേക്ക് ആ മനുഷ്യൻ കൈകൾ ഉയർത്തുന്നുണ്ട്. യാ റബ്ബ് യാ റബ്ബ്. ആ മനുഷ്യൻ എന്റെ റബ്ബേ എന്റെ റബ്ബേ എന്ന് ആ മനുഷ്യൻ അങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹി പറയുന്നു, മത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം. തിന്നത് ഹറാമാ, ധരിച്ചത് ഹറാമാ, കുടിച്ചത് ഹറാമാ. അവസാനം ചുരുക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഉദിയ ബിൽ ഹറാം. അവൻ ഹറാമിൽ ഊട്ടപ്പെട്ടവനാ, ഹറാമിൽ ചുറ്റപ്പെട്ടവനാ. ഫഅന്നാ യുസ്തജാബു ലിദാലിക. പിന്നെ എങ്ങനെയാണ് അവൻ ഉത്തരം കിട്ടുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, എത്ര തന്നെ കരഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് റബ്ബ് സ്വീകാര്യത നൽകണമെങ്കിൽ നമ്മളുടെ ഭക്ഷണത്തിൽ ഹറാമിന്റെ അംശങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഏതുവരെ നമ്മുടെ ചെറിയ മക്കൾ പോലും, ആ മക്കൾ പോലും ഹറാമിന്റെ ഭക്ഷണം, അത് അന്യന്റെ സ്ഥലത്ത് പോയി അവന്റെ മാവിൻ ചുവട്ടിലെ ഒരു മാങ്ങ, പഴുത്ത മാങ്ങ എടുത്തുകൊണ്ടുവന്ന് അത് ഭക്ഷിച്ചാൽ അത് മാങ്ങയല്ലേ, അത് വിരോധമൊന്നുമില്ലല്ലോ, അത് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ മക്കളെ ആ ഒരു രൂപത്തിലേക്ക് സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചറിയുക, അവൻ ഭക്ഷിച്ചത് ഹറാമാണ്, അവൻ ഭക്ഷിച്ചത് ഹറാമാണ്. അവന്റെ ബാപ്പയായ നമ്മൾ ഓരോരുത്തരും മരിക്കുമ്പോ നമ്മുടെ മക്കള് ആ ജനാസയെ താങ്ങി വരും. ആ ജനാസയെ മിഹ്റാബിന്റെ അരികിൽ അഥവാ പള്ളിയുടെ മുൻവശത്ത് കൊണ്ടുവെക്കും. ആ ബാപ്പയുടെ തലക്കരികിൽ ആ മകൻ നിൽക്കും. ആ ബാപ്പക്ക് വേണ്ടി അല്ലാഹുമ്മ ഗഫിർ എന്ന് തുടങ്ങിയിട്ട് അവനങ്ങ് പ്രാർത്ഥിക്കും. പക്ഷേ അവൻ ചെറുപ്പത്തിൽ തിന്നത് ഹറാമാ, അവനെ തീറ്റിച്ചത് ഹറാമാ. ഫഅന്നാ യുസ്തജാബു ലിദാലിക. പിന്നെ എങ്ങനെ അവന്റെ പ്രാർത്ഥനക്ക് ലോകത്തിന്റെ റബ്ബ് ഉത്തരം കൊടുക്കുക? ബാപ്പാക്ക് പൊറുത്തു കൊടുക്കുക. അല്ലാഹ് കണ്ണിൽ നിന്ന് കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിച്ചാലും അവന്റെ പ്രാർത്ഥനക്ക് സ്വീകാര്യത കിട്ടില്ല. ചെറുപ്പത്തിൽ അവനെ തീറ്റിച്ചത് ഹറാമിന്റെ ഭക്ഷണമാണ്. നമ്മൾ റസൂലുള്ളാഹി എത്ര ഗൗരവത്തിലാ ഈ ഒരു വിഷയത്തെ കണ്ടിരുന്നത് നമ്മൾ അറിയണം. ഹസ്സൻ റളിയല്ലാഹു ചെറിയ കുട്ടിയാണ്. ആ ഹസ്സൻ റളിയല്ലാഹു ബൈത്തുൽ മാലിലെ ഈത്തപ്പഴത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴച്ചുള എടുത്ത് വായിലിട്ടപ്പോ നബി കുടുംബത്തിന് സകാത്തിന്റെ മുതൽ നിഷിദ്ധമാണ്, അത് ഭക്ഷിക്കാൻ പാടില്ല, അത് അല്ലാഹ് ഹറാമാക്കിയതാണ്. ആ ബൈത്തുൽ മാലിലെ ഒരു ഈത്തപ്പഴത്തിന്റെ ചുള വായിലേക്ക് ഹസ്സൻ റളിയല്ലാഹുവിന്റെ ചെറിയ പൈതല അദ്ദേഹത്തിന്റെ വായിലേക്ക് ചൂണ്ടുവിരൽ തിരികെ കയറ്റി തുപ്പിക്കള തുപ്പിക്കള തുപ്പുവാനെ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. നബി കുടുംബത്തിന് ഇത് പാടില്ലെന്ന് എന്റെ പൊന്നുമോൻ അറിയില്ലേ എന്ന്. ഹസ്സൻ റളിയല്ലാഹു അൻഹു ഫാത്തിമ നബിയുടെ കരളിന്റെ കഷ്ണമാ. ആ ഫാത്തിമയുടെ മകൻ നബിക്ക് കരളിന്റെ കഷ്ണത്തെക്കാളും വലുതായിരുന്നു. പക്ഷെ ആ പൊന്നുമോന്റെ വയറ്റിലേക്ക് ഹറാം ഇറക്കുന്നതിന് റസൂലുള്ളാഹി ചെയ്തു കൊടുത്ത ജാഗ്രത എത്രത്തോളമാ. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തേണ്ടത്. നമുക്ക് വേണ്ടി അവരെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ നമ്മൾ അവരെ ഹലാലായ സമ്പത്ത് മാത്രം തീറ്റിപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് ഹക്കിടപാടുകളെല്ലാം തീർക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് അവസാനത്തോടടുക്കുമ്പോ രോഗശയ്യയിൽ കിടക്കുമ്പോ ആയിഷ ബീവിയോട് പറഞ്ഞു, എനിക്ക് മദീനത്തെ പള്ളിയിലേക്ക് പോകണം. മദീനത്തെ പള്ളിയിലേക്ക് രണ്ട് സഹാബിമാരുടെ കൈത്തോളിൽ കൈവച്ചുകൊണ്ട് ചുമലിൽ കൈവച്ച് തള്ളവരൽ മണലിലൂടെ വരവരച്ച് മണലിൽ ഉറക്കാതെയാണ് ലോകത്തിന്റെ റസൂലുള്ളാഹി മദീനത്തെ പള്ളിയുടെ മിമ്പറിലേക്ക് ചെല്ലുന്നത്. ആ മദീന പള്ളിയുടെ മിമ്പറിൽ ഇരുന്നു സഹാബത്തെല്ലാം ഒരുമിച്ചിരിക്കുകയാണ്. ഹബീബിന്റെ അവസാനത്തെ ഉപദേശം കേൾക്കാൻ നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്നഹു ഖദ് ദനാ മിന്നി ഹുഖൂഖുൻ
മിൻ ബൈനി ളൂരിക്കും, എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള ബാധ്യതകളുണ്ടെങ്കിൽ ആ ബാധ്യതകൾ തീർക്കാനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഫമൻ കുന്തു ജലത്തു ലഹു ലഹറ ഫഹാദാ ലഹരി ഫലിസ്തഖിദ് മിൻഹു, നിങ്ങൾ ആരുടെയെങ്കിലും മുതുകിനെ മുഹമ്മദ് വേദനിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ മുഹമ്മദ് ഇവിടെയുണ്ട്, എന്നെ തിരിച്ച് വേദനിപ്പിച്ചോളൂ. വമൻ കുന്തു ശതംതു ലഹു ഇളൻ ഫഹാദാ ഇളി ഫലിസ്തഖിദ് മിൻഹു, നിങ്ങളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന സംസാരം എന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരിച്ചു ചീത്ത പറയാം, തിരിച്ചു ആക്ഷേപിക്കാം, അധിക്ഷേപിക്കാം, എനിക്കതൊരു പ്രശ്നമല്ല. നിങ്ങളുടെ കൈവശം എന്റെ വല്ല സമ്പത്തോ നിങ്ങളുടെ സമ്പത്ത് വല്ലതും എന്റെ കൈവശമുണ്ടോ എങ്കിൽ മുഹമ്മദിന്റെ സമ്പത്ത് ഇവിടെയുണ്ട്, കടന്നു വന്നോ, എന്റെ സമ്പത്ത് എടുത്തോളൂ. റസൂലുള്ളാഹി 3 പ്രാവശ്യം ഇത് ആവർത്തിക്കുമ്പോ സദസ്സിൽ നിന്നൊരു സഹാബി എഴുന്നേറ്റ് പറഞ്ഞു, നബിയേ, എനിക്കൊരു 3 ദിർഹമിന്റെ കണക്കുണ്ട്. അവിടെ റസൂലുള്ളാഹി അത് കൊടുക്കാൻ ആവശ്യപ്പെടുന്നു, അത് കൊടുക്കുന്നു. ഉമർ ഖത്താബ് ചോദിച്ചു, നബിയേ, താങ്കൾ വിനയത്തിന്റെ നിറകുടമായി ജീവിച്ച ഹബീബേ, എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? റസൂലുള്ളാഹി പറഞ്ഞു, നാളെ പരലോകത്തെത്തുമ്പോ മുഹമ്മദ് എന്റെ അഭിമാനം ക്ഷതപ്പെടുത്തി, എന്റെ സമ്പത്ത് അനർഹമായി കൈവശം വെച്ചു എന്ന് പറഞ്ഞു വന്നാൽ എന്റെ സൽക്കർമ്മങ്ങൾ റബ്ബെടുത്ത് കൊടുക്കുക. അതുകൊണ്ട് ഇവിടെ വെച്ച് തീർക്കാനുള്ളത് തീർക്കണം, അത് ഞാൻ തീരുമാനിച്ചു എന്ന് ലോകത്തിന്റെ തിരുദൂതര്. പ്രിയമുള്ളവരെ, നമ്മൾ മരണപ്പെട്ട് നമ്മളുടെ മയ്യത്തിനെ അതേ പള്ളിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ജനാസ നമസ്കാരത്തിന് തടിച്ചുകൂടിയവരോട് നമ്മുടെ മക്കൾ മൈക്കെടുത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, ഇത് ഞങ്ങളുടെ ബാപ്പാന്റെ മയ്യത്ത, നിങ്ങളുടെ ബാപ്പ മരണപ്പെട്ടിരിക്കുകയാ, സമൂഹത്തിൽ ഇടപഴകിയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഞങ്ങളുടെ ബാപ്പ. അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ ആ സംസാരത്തിലോ ഇടപഴക്കത്തിലോ പെരുമാറ്റത്തിലോ അനിഷ്ടകരമായ വല്ലതുമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഒരു ദിവസം വരാനുണ്ടെന്ന് ഓർത്തുകൊണ്ട് നിങ്ങളുടെ ബാപ്പാക്ക് പുറത്തു കൊടുക്കണേ. നിങ്ങളുടെ ബാപ്പാക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബാപ്പ പണം തരാനുണ്ടോ എങ്കിൽ ആ പണം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ബാപ്പായുടെ സാമ്പത്തിക ബാധ്യതകളെല്ലാം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് മക്കൾ പറയേണ്ട ഒരു അവസ്ഥയില്ലാതെ എന്റെ സമ്പത്തിന്റെ ഇടപാടുകളെല്ലാം തീർന്നിരിക്കുന്നു, എനിക്കൊന്നും കൊടുക്കാനും വാങ്ങാനും ഇല്ല, സമാധാനത്തോടെ സ്വസ്ഥമായി കണ്ണടക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അതിന് നമുക്ക് സാധിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ പെരിയമ്പലം പുളിക്കൽ പ്രദേശത്തിനടുത്ത് പെരിയമ്പലത്തുള്ള ചേലക്കാട് മദ്രസത്തു സലഫിയയുടെ ഒരു ചെറിയ ഷെഡിലാണ് മദ്രസയുള്ളത്. മക്കളുടെ പഠനങ്ങളും കാര്യങ്ങളും എല്ലാം ആ ഒരു ഷെഡിലാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. അത് മാറ്റി ഒരു അടച്ചുറപ്പുള്ള കെട്ടുറപ്പുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് മാറ്റാൻ ആ പ്രദേശത്തുകാരുടെ ആവശ്യമായിരുന്നു. അതിന് അവരെ കൊണ്ട് ഒരു നിലക്കും ആ ഒരു സ്വപ്നം പൂവണിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് നമ്മളോടും അവർ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ഹലാലായ സമ്പത്തിൽ നിന്ന് ധർമ്മം ചെയ്തുകൊണ്ട് ഈ ഒരു സ്വതത്വം ജാരിയായിട്ടുള്ള ഈ പ്രവർത്തനത്തിന് നിങ്ങളെല്ലാവരും ഭാഗവാക്കാകണമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് ബാങ്കുകളിൽ ഡെപ്പോസിറ്റുകൾ ഉണ്ടാകാം, സ്വർണമായി അലമാരകളിൽ ഡെപ്പോസിറ്റുകൾ ഉണ്ടാകാം. അതെല്ലാം നമ്മൾ കണ്ണടക്കുന്നതോടുകൂടെ മറ്റുള്ളവർക്കായി കഴിഞ്ഞു. അതിനെല്ലാം നമ്മൾ നോമിനികളെ എഴുതി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ മരണത്തിന് ശേഷം നമുക്ക് നിക്ഷേപമായി വരേണ്ടതുണ്ട്. റസൂലുള്ളാഹി ചോദിച്ചു, അനന്തരാവകാശിയുടെ സ്വത്തിനോട് നിങ്ങളിൽ ആരാ കൂറ് വെച്ച് പുലർത്തുന്നത്? നിങ്ങൾക്ക് ആർക്ക് അനന്തരാവകാശിയുടെ സ്വത്ത് വേണ്ടത്? റസൂലുള്ളാഹിയോട് സഹാബത്ത് തിരിച്ചു ചോദിച്ചപ്പോ ഇസ്ലാമിന്റെ തിരുത്തൂതർ പറഞ്ഞത്, നീ തിന്നത് നിന്റേതാണ്, നീ ധരിച്ചു ദ്രവിച്ചത് നിന്റേതാണ്, എന്നാൽ നീ കൊടുത്തു തീർത്തതും നിന്റേതാണ്, ധർമ്മം ചെയ്തത് അതല്ലാത്തതെല്ലാം അനന്തരാവകാശികൾക്ക് നാളേക്ക് അവർ ഓഹരി വെച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് യാത്ര പോകാനുണ്ട്. 6 അടി മണ്ണിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ സംഭാവന കൊണ്ട് പടുത്തുയർത്തപ്പെട്ട ഒരു മദ്രസ, ആ മദ്രസയിൽ പഠിക്കുന്ന ഓരോ കുട്ടിയും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ അത് ഉപയോഗപ്പെടുത്തുന്നതിന് അതിന്റെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്വതത്വം ജാരി എന്ന നെയ്യത്തോടുകൂടെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് കഴിയുന്ന ഒരു സഹായം നൽകി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തന്ന് അവന്റെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ സ്വാലിഹീങ്ങളുടെയും സിദ്ദീഖീങ്ങളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പരിശുദ്ധ റമദാനിനെ മുതലെടുത്തുകൊണ്ട് വ്രതമനുഷ്ഠിക്കുന്നതും മറ്റു ഇതര കർമ്മങ്ങളുമെല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യുകയും റയ്യാൻ കവാടത്തിലൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ച് നോമ്പുകാരന്റെ രണ്ടാമത്തെ സന്തോഷമായ ലോകറബ്ബിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.